ഇന്നൊരു ഞായറാഴ്ചയാണ്. എന്തൊക്കെ പണികളാണ് ഉള്ളതെന്ന് എനിക്ക് തന്നെ അറിയില്ല. രണ്ട് കൈകളും ഉണ്ട്, ഞാനും ഉണ്ട്. എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്നറിയില്ല. എൻ്റെ മോളുടെ വീട് പറഞ്ഞിട്ട് എനിക്ക് ആദ്യം ഒരു മഞ്ഞ ഓട്ടോറിക്ഷ ഉണ്ട്. അതെൻ്റെ മോളുടെ വീട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു. അവർ നേരം വൈകി എഴുന്നേക്കോളൂ എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പം മോനാണെങ്കിൽ ഇന്നലെ പനിച്ചിട്ട് അവനെ മരുന്നിന് കൊണ്ടുപോയി. നാളെ സ്കൂളിൽ പോകേണ്ട കുട്ടിയാണ്. അപ്പോൾ ഞാൻ വേഗം കുക്കറിൻ്റെ അകത്ത് നല്ല മട്ടേരി ഇരിക്കുന്നുണ്ടായിരുന്നു. അതിത്തിരി നാഴിയേരി എടുത്ത് വേഗം കഞ്ഞിയാക്കി ചെന്ന് വിളിച്ചപ്പോൾ എഴുന്നേറ്റിട്ടില്ല. കുഞ്ഞിൻ്റെ കൂടെ അമ്മയും ചത്ത എഴുന്നേറ്റുണ്ട്. പിന്നെ സാന്ത്വനം എഴുന്നേറ്റിട്ടില്ല എന്ന് തോന്നുന്നു. കുഞ്ഞിൻ്റെ കൂടെ അമ്മ നല്ല ഉറക്കാം കിടന്നിട്ട്. അപ്പോൾ അതെനിക്കറിയാം. അപ്പോൾ ഞാൻ കുളിച്ചെഴുന്നേറ്റ് കഞ്ഞി കൊടുത്തു. കയ്യോടെ അവന് കഞ്ഞി കൊടുത്തിട്ട് മരുന്ന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അത് മേശപ്പുറമൊക്കെ ആകെ അലങ്കോലാട്ടോ. കാരണം എന്താണെന്നറിയോ, എനിക്ക് ആകെ സാധനങ്ങളൊന്നും വെക്കാൻ അലമാരകളില്ല. കണ്ടോ, ചുമരെല്ലാം പ്ലെയിനാണ്. അപ്പോൾ എല്ലാം കൊണ്ടുവന്ന് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കും. പിന്നെ അതൊരു പണിയാണ്. ഞാനാണെങ്കിൽ ഇന്നലെ പ്രവേശനോത്സവമല്ലായിരുന്നു, അതിൻ്റെ തിരക്കിലായിരുന്നു. നല്ല രീതിയിൽ നടന്നു കേട്ടോ. അവിടേക്ക് വെയിൽ ഇട്ടിട്ടൊന്നും കിട്ടുന്നില്ല. കുറേ പാറക്കൂട്ടങ്ങളാണ്. നമ്മുടെ ഈ വീട് കഴിഞ്ഞാൽ മുറ്റം വളരെ കുറച്ചുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വഴിയാണ്, ആ തോട്ടത്തിലേക്കുള്ള വഴി. അതിൻ്റെ മുകളിൽ നിറയെ പാറക്കെട്ടുകളാണ്. കാണാൻ പറ്റില്ല വെയിലടിച്ചിട്ട്. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണാം കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് വിളക്ക് വെച്ചിട്ടില്ല, കാരണം ഇന്ന് ക്ലീനിങ് ആണ്. അടിച്ച് തുടച്ച് വൈകുന്നേരം സന്ധ്യ വിളക്ക് വയ്ക്കുള്ളൂ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ ഈ പൈനാപ്പിൾ വാങ്ങിച്ചു. വാഴക്കുളത്തുനിന്ന് അല്ല, തൊടുപുഴയെന്ന് വാങ്ങി. ഒരു ദിവസം തൊടുപുഴയെന്ന് വാങ്ങി, ഒരു ദിവസം വാഴക്കുളത്തുനിന്ന് വാങ്ങി. അപ്പോൾ അതിവിടെ കൊണ്ടുവന്നിട്ട് നല്ലോണം പഴുത്ത പഴമായിരുന്നു. മുറിച്ച് കഴിഞ്ഞപ്പം ഈച്ച വരാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഈച്ചേനെ കാണുമ്പോൾ താളവട്ടത്തിലെ മോഹൻലാലിൻ്റെ അതേ സ്വഭാവമാണ്. എവിടെ ഇരുന്നാലും കുടിച്ചപ്പോൾ ചെവിയിൽ വെള്ളം പോയി. ഈച്ചേനെ എനിക്ക് അത്ര വെറുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചെന്നറിയോ, രാവിലെ കുക്കറിനകത്ത് നാഴിയേറ്റിട്ട് അവന് കഞ്ഞി കൊടുത്തു. കുറച്ച് കഞ്ഞി ബാക്കി കുടിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അവനുള്ള കഞ്ഞി ഇവിടുന്ന് കൊടുക്കാട്ടെന്ന്. താഴെ ചിലപ്പോൾ റേഷൻ്റെ അരിയായിരിക്കും. ഇത് ഇവിടെ അരിച്ചലവൊന്നും ഇല്ലല്ലോ. ഞാനൊരാളല്ലേ, ഞാനധികം കഞ്ഞി കുടിക്കാറില്ല ഇപ്പോൾ കുറച്ചായിട്ട്. അത് കാരണം വെയിറ്റൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഗോതമ്പ് ദോശയും പിന്നെ യവം എന്ന് പറഞ്ഞിട്ടൊരു റാഗി പോലത്തെ ഒരു തരം പൊടി അരി ശാലു വാങ്ങിക്കൊണ്ട്. പൊടിയരി അല്ല, അത് റാഗി പോലത്തെ എന്തോ ഒരു ധാന്യമാണ്. അതാണ് ഇപ്പോൾ കഞ്ഞി വെച്ച് കുടിക്കേണ്ടത്. അപ്പോൾ അരിച്ചലവില്ല. ഞാൻ ഇന്നാൾ ജിഷ്ണു വന്ന സമയത്ത് ഒരു കിറ്റ് നല്ല മട്ടേരി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വേഗം അത് നാഴിയെടുത്തായി കഞ്ഞിയാക്കി നല്ലപോലെ വെന്ത് കഞ്ഞിയാക്കി കൊടുത്തപ്പോഴാണ് അവിടെ എഴുന്നേറ്റിട്ടില്ല. എഴുന്നേൽപ്പിച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ വന്നിട്ട് ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കി ചായ കുടിച്ചു. ഇനിയിപ്പോൾ അത് മാവ് ഒരു ഇത്തിരി കൂടി ഇരിക്കുന്നുണ്ട്. ഇനി എപ്പോഴെങ്കിലും വിശക്കാണെന്ന് തോന്നുകയാണെങ്കിൽ വേഗം പോയിട്ട് അത് രണ്ടെണ്ണം കൂടി വീണ്ടും ഉണ്ടാക്കും. അങ്ങനെ എനിക്കല്ല, ഞാൻ എന്താർക്കും വേണ്ടി ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ ഇനി തുടങ്ങുകയാണ്. തുണി അലക്കാനൊക്കെ കുറേ ഉണ്ട്. കല്ലിൽ തന്നെ തല്ലി അലക്കണം. അതെപ്പോഴെങ്കിലുമൊക്കെ അലക്കാം എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഏറ്റവും അത്യാവശ്യം ക്ലീനിങ് ആണ്. ആ ഈച്ചകളെയൊക്കെ തുരത്തണം. മേശയിൽ ചായ കൊണ്ട് വന്നിരുന്ന് കുടിച്ചപ്പോഴത്തേക്കും പറന്നു വന്നു. ഇത്രയും വെറുപ്പ് എനിക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ അത് നീറ്റാക്കണം. അതുകൊണ്ടൊന്നും ഞാൻ ഇന്നെൻ്റെ ദൈവങ്ങൾക്ക് വിളക്ക് വെച്ചിട്ടില്ല. നീറ്റാക്കിയിട്ട് വൈകുന്നേരം വയ്ക്കും. പിന്നെ ഇന്നലെ എന്ന് പറഞ്ഞാൽ പ്രവേശനോത്സവമായിരുന്നു. വളരെ നന്നായി, വളരെ ഗംഭീരമായിട്ട് നടന്നു. ഞാനതിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ വീഡിയോ നീണ്ടു പോകുമോ. കഴിഞ്ഞ ഇതിപ്പോൾ മെയ്, ഏപ്രിൽ മാസത്തെ ശമ്പളം ഞങ്ങൾക്ക് ഇതുവരെ വന്നു തീർന്നിട്ടില്ല. കേന്ദ്ര വിഹിതം ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇന്നിപ്പോൾ ഈ മാസത്തെ ലാസ്റ്റ് ഡേറ്റ് നാളെ 1-ാം തീയതി ആവുക. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ 2 മക്കളുടെ വിവാഹം, പിന്നെ അവരുടെ പ്രസവം, ഇതെല്ലാം വന്നപ്പോൾ ഞാനൊരൊറ്റയാൾ ഇതൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തന്നെ അവരുടെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ തോറ്റു ഞാൻ ലൈഫിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. എനിക്ക് വരുമാനത്തിലേക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം. ഇത് കാണുന്നവരൊക്കെ എൻ്റെ വീഡിയോ
ഞാനീ ചെയ്യുന്നത് ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. വാർഡ് മെമ്പർ എത്തിയിട്ടുണ്ടായിരുന്നു. വിശിഷ്ടാതിഥിയായിട്ട് മെമ്പർ തന്നെയായിരുന്നു. പിന്നെ വിളിച്ച് ചേർത്ത ഒട്ടുമിക്ക അമ്മമാരും എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളാൽ മാറേണ്ടി വന്നതല്ലാതെ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. 4 കുഞ്ഞുങ്ങളാണ് നമുക്കിവിടുന്ന് ഈ വർഷം പുറത്തേക്ക് പോകുന്നത്. LKG UKG 3 വയസ്സ് തൊട്ട് നമുക്ക് ഒരു വർഷക്കാലമാണ് ഈ കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ. അപ്പോഴത്തേക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്ന് കൊത്തിപ്പെറുക്കി കൊണ്ടുപോകും. കുട്ടികളൊക്കെ അവർക്ക് സർട്ടിഫിക്കറ്റും ഒരു ഷീൽഡും കൊടുത്തു. പിന്നെ അവർ ഞങ്ങൾക്കും ഗിഫ്റ്റുകൾ തന്നിട്ടുണ്ട് കേട്ടോ. പേഴ്സ്, ഒരു കൃഷ്ണൻ രാധ, പിന്നെ ഒരു മഗ്, കൂടാതെ ഞങ്ങളുടെ ആവശ്യപ്രകാരം കുട്ടികളുടെ ബാഗ് വയ്ക്കാൻ വേണ്ടിയിട്ടൊരു അലമാര പോലെ ഒരു റാക്ക്, അത് ഓൺലൈനിൽ നിന്ന് വരുത്തുന്നതാണ്. സംഭവം എത്തിയിട്ടില്ല. അവരത് ഓർഡർ ചെയ്യാനായിട്ട് നേരം വൈകി. കാരണം നേരം വൈകിട്ടാണ് ഞങ്ങൾ എന്താ ടീച്ചറെ വേണ്ടതെന്ന് ചോദിച്ചപ്പം ക്ലോക്ക് മതി എന്ന് പറഞ്ഞു. പക്ഷേ ഈ ക്ലോക്ക് ഈ അംഗനവാടിയിൽ വാഴുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വാങ്ങിയിട്ട് അത് 2 ദിവസം കഴിയുമ്പോൾ എത്തും. വീണ്ടും വരാം കേട്ടോ.